ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ ഫുൾ കമ്പാക്കോടെ തിരിച്ചെത്തിക്കുകയാണ്. നമ്മുടെ എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ വെൽക്കം ഗെയിമേഴ്സ്, ഇറ്റ്സ് മീ നെക്സ്റ്റ്. അപ്പോൾ യെസ്, നമ്മുടെ എക്സാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് ബ്രേക്ക് ആയി. അപ്പോൾ നിങ്ങൾക്കറിയാലോ, എല്ലാവർക്കും കാർ പാർക്കിങ്ങിൽ ക്രിസ്മസ് അപ്ഡേറ്റ് വന്നു. അപ്പം നമുക്ക് ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാനാവുന്നത്. അതിന് മുമ്പ് ഞാൻ എൻ്റെ സൂപ്പർ കൂട്ടിനെ ഈ ഒരു മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു കിറ്റ് കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെലിവറി വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ജസ്റ്റ് പ്ലെയിൻ ആയിരുന്നു ഇതിൻ്റെ ഇത്. ഇപ്പം കണ്ട ഞാൻ അടിയിൽ സാധനവും പിന്നെ അടിയിലൊരു കിറ്റും പിന്നെ അടിയിൽ എന്ത് സാധനം എന്ന് അറിയത്തില്ല, പിന്നെ സൈഡിലും ഫ്രണ്ടിലും ഇങ്ങനെ ഒരു കിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം ഈ കിറ്റാണ് അതോ സ്റ്റോക്ക് ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വേണ്ടിയ. പിന്നെ ഇവിടെ സ്പൈഡറിന് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ജസ്റ്റ് എക്സ്ട്രാ തിങ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ നിങ്ങൾ ഇറക്കിക്കൊന്നു. പിന്നെ കാർബൺ ഫൈബർ കുറച്ചൊന്ന് ലെങ്ത് കുറച്ച് മുമ്പിക്കാക്കിയിട്ടുണ്ട്. കുറച്ച് രസമാക്കട്ടെ. ഓക്കെ, പിന്നെ ഒരു സൈഡിൽ ഒരു ലൈനിങ് പോലെയും കാർബൺ ഫൈബർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം പുതിയ അപ്ഡേറ്റ് തുടക്കം മുതൽ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെനുവിനെ പറ്റി സംസാരിക്കാം. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു കാറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറി ഫുൾ ഒരു സ്നോ തീമിലാണ് ആയിട്ടുള്ളത്. അപ്പൊ എനിക്ക് എന്തായാലും സ്നോ തീം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് പറയാൻ ചെയ്യാ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ സ്നോ തീം, നല്ല ഭംഗിയുണ്ട് കാണാൻ. സോ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഗാരേജ് ന്യൂ കാർസില് പുതിയതായിട്ട് ഇങ്ങനൊരു കാർ വന്നു. കാറെന്ന് അറിയണില്ലല്ലോ. ഒരു i20 i10 ലുക്ക് ഉണ്ട്. പിന്നെ സ്കോഡ കൈലാക്കാണോ ഉഷാക്കാണോ സ്കോഡയുടെ പോലത്തെ ഒരു കാർ വന്നിട്ടുണ്ട്. സ്കോഡയുടെ അതാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. തോന്നണത് ഉഷാക്കാണ്, എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം മേവേക്കാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഈ മേവേക്കിന്റെ ഇന്റീരിയർ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. 3000 കോയിനാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ മേബാക്ക്. പിന്നെ അടുത്തതായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇത് പോർഷെ അല്ലേ? പോർഷെ ആണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. പോർഷെ 918 എനിക്ക് കറക്റ്റായിട്ട് പേര് അറിയില്ല. കണ്ടിട്ട് പോർഷെ പോലെ തോന്നുന്നുണ്ട്. പോർഷെ തന്നെ തോന്നുന്നു. പോർഷെ 918. പിന്നെ എനിക്ക് വലുതായി ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു കാറ്. ഇതിന്റെ കാരണം ഇതേപോലത്തെ ഒരു കാറ് വേറെ ഉണ്ട്. ഇതിന്റെ ഒരു സെഡാൻ പോലത്തെ ഒരു കാറുണ്ട്. ഇതൊക്കെ 1500 കോയിനൊക്കെ ഇത് ആരെങ്കിലും വാങ്ങിക്കുമെന്നാണ് എൻ്റെ ഡൗട്ട്. കാരണം ഏകദേശം ഇതേപോലെ കാണാൻ എനിക്ക് ഇതിനേക്കാളും ഇഷ്ടപ്പെട്ട കാർ ഈ കാണുന്ന കാറാണ്. ഇത് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ വേൾഡ് സെയിലിന്റെ ആ ഒരു സംഭവത്തിൽ ചെറുതായിട്ടൊരു മാറ്റം വന്നു. അല്ലേ, ഇങ്ങനെയാണ് ഇപ്പോൾ വേൾഡ് സെയിൽ. നമുക്കിപ്പോൾ ലൈക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ വണ്ടീനെ സ്വിച്ച് ഓൺ ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒന്ന് വോളിയം കൂട്ടി കാണിച്ചു തരാം. നമുക്ക് വണ്ടീനെ ഓൺ ആക്കിയിട്ട് റേസ് ഒക്കെ ഇപ്പൊ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇത് നേരത്തെ വന്നിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. നെറ്റ് കുറച്ച് സ്ലോ ആണ്. നെറ്റ് സ്ലോ അല്ല, പോയെന്ന്. ഇത് പോർഷെ തന്നെയല്ലേ? ഓക്കെ, അപ്പൊ ഇത് പോർഷെ തന്നെയാണ്. പോർഷെ 918. ബോണറ്റൊക്കെ നമുക്കിപ്പോ തുറന്നു നോക്കാം. ഡോർ തുറക്കാം. ഇപ്പൊ എന്തോ ഒരു പ്രശ്നമാണ്. ഇപ്പൊ എനിക്ക് ഫുള്ള് റേസ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ചെറുതായിട്ട് വണ്ടി റേസ് ആവുന്നുള്ളൂ. മുമ്പൊക്കെ നല്ല രീതിക്ക് റേസ് ആയതാണ്. ഇപ്പൊ നമുക്ക് മാപ്പിനെ പറ്റി സംസാരിക്കാം. ഫുള്ള് സ്നോ മോഡിലാണ്. ഇവിടെ ഓട്ടിക്കാൻ പറ്റുന്നില്ല വണ്ടി. അതുകൊണ്ട് ഞാനിപ്പോ കാപ്പറൊക്കെ സിംഗിൾ പ്ലെയർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും സിറ്റി 1ലാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ഇപ്പൊ ഞാൻ സിറ്റി 2 കൊടുക്കാം. കാരണം ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ
ഞാനൊരു അപ്ഡേറ്റ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഒരു കാർ സെല്ലിൻ്റെ അവിടെയാണ് എന്തെങ്കിലും മാറ്റം വന്നോ നോക്കാൻ. അപ്പം ഇവിടെ അത്യാവശ്യം മാറ്റം വന്നുട്ടാ. അതായത് ഇവിടെ അത്യാവശ്യം പറഞ്ഞാൽ ചെറുതായിട്ട് മാറ്റം വന്നേ. ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നവൻ വൈറ്റിയുടെ വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ ഹോം ഫോറില്ലേ അതിൻ്റെ ഉള്ളിൽ ഒരു ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു സാധനം എന്തോ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയും നല്ലതാണ്, പക്ഷെ ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കാൻ നല്ല രസമുണ്ട്. അയ്യോ ബ്രേക്ക് 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 പിടിച്ചൊന്നും മറക്കാവുന്നില്ല. വണ്ടി നല്ല രീതിക്ക് പറഞ്ഞാൽ നല്ല രീതിക്ക് ഡാമേജ് ആയിട്ടുണ്ട്. ഇല്ല. പിന്നെ സൂപ്പർക്ക് ഇതൊരു കിറ്റ് വന്നു, അതായത് ഒറ്റ കണ്ണ് മാത്രമായിട്ടുള്ളൊരു കിറ്റ്. അത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കാണിച്ചു തരാട്ടാ. വേറൊരു സൂപ്പർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഈ ഒരു മാറ്റം തന്നെ കണ്ടത്. ഈ ഒരു സ്നോ തന്നെ വലിയൊരു മാറ്റമാണല്ലോ. അപ്പോൾ എനിക്ക് ഈ സ്നോ പറയുമ്പോൾ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു. എനിക്ക് 50-50 ആണ്. എനിക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. അതായത് ഞാൻ എപ്പോഴും സിറ്റി വണ്ണ് എടുക്കണത് ഒരു ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള ഒരു സുഖത്തിനാണ്, പക്ഷെ ആ സുഖം മൊത്തം പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സ്നോയിലൂടെ ഓടിക്കുമ്പോൾ, പക്ഷെ എനിക്ക് ആ ഒരു ഹോം വണ്ണിൻ്റെ ഏരിയയിൽ ഓടിക്കുമ്പോൾ വലിയ കുഴപ്പം ഉണ്ടായിട്ടില്ല. നന്നായി നിങ്ങൾക്ക് ഡ്രിഫ്റ്റിൻ്റെ ഡെയിലി ടാസ്ക് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്നാൽ മതി, നന്നായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാട്ടാ. പക്ഷെ ഗൈസ് എനിക്ക് നോക്കുകയാണെങ്കിൽ ഡെയിലി ടാസ്ക് വന്നിട്ടില്ലേ, അവർ ചതിച്ചു ഗൈസ്. ഞാൻ 100 കിലോമീറ്റർ ഡ്രിഫ്റ്റ് ചെയ്തു, 60 കിലോമീറ്ററാണ് ചലഞ്ച് വന്നത്. പക്ഷേ കണ്ടില്ലേ 21 വന്നുള്ളൂ. ഞാൻ നേരത്തെ 60 ഡ്രിഫ്റ്റ് ചെയ്തതാണ്, എന്താ വന്നില്ല മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഞാൻ സൂപ്പർക്ക് കിറ്റ് വന്നു പറഞ്ഞു, അത് കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ ക്രാഷായിട്ട് കൂടെ വരുന്നതാണ് നമ്മുടെ ആ ഒരു അപ്ഡേഷൻ വീഡിയോയിൽ പറഞ്ഞു. പക്ഷെ ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പം ക്രാഷായിട്ട് ആദ്യം തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ടോ, അപ്പോൾ ക്രാഷായിട്ട് ആദ്യം തന്നെ വീഡിയോ എടുത്തു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഹെഡ്ലൈറ്റ് കാർബൺ ഫൈബർ ഉള്ളൊരു സാധനം ആക്കിയിട്ടുണ്ട്. അതിന് 50 കോയിനുള്ളൂ. മിക്കവാറും ഞാനത് വാങ്ങട്ടോ ഇങ്ങനെ. പിന്നെ ഒരു ക്രിസ്മസിൻ്റെ ഈ സാധനം വന്നു, ഞാൻ പറയാൻ മറന്നുപോയി. ക്രിസ്മസിൻ്റെ ഇങ്ങനെ ഒരു സാധനം വന്നു. പിന്നെ കണ്ടില്ല ഒറ്റക്കണ്ണിൻ്റെ ഒരു സൂപ്പറാ. പക്ഷേ ഇത് ജസ്റ്റ് ഒരു കണ്ണും ഇങ്ങനെ കാർബൺ ഫൈബർ ആയി പോകും. കാർബൺ ഫൈബറാവും. അപ്പം ഇതൊക്കെയാണ് ക്രിസ്മസ് അപ്ഡേറ്റിൽ വന്ന മാറ്റങ്ങൾ. നിങ്ങൾ ക്രിസ്മസ് അപ്ഡേറ്റിന് എത്ര റേറ്റിംഗ് 10ൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ് ചെയ്യുക. വലിയ വീഡിയോ ഒന്നുമില്ല. അപ്പോൾ നമ്മളിനി ഫുൾ ബാക്കാണ്. അപ്പോൾ ഇനി ഞാനും ഗ്രാസായിട്ട് ബാക്ക് ടു ഫുൾ പവർ പണ്ടത്തെ പോലെ വീഡിയോ ഇടും. കൂടെ ഞങ്ങൾ കുറച്ച് ഗെയിംസും പ്ലാൻ ചെയ്തിട്ടുണ്ട്. റോബ്ലോക്സും പിന്നെ വേറെ കുറേ ഗെയിംസൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ പറ്റുകയാണെങ്കിൽ ഇടും. ഓക്കെ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ട്രിപ്പ് സീരീസ് തുടങ്ങാൻ പോകണം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ സിമ്പിൾ ചെയ്യുക. അപ്പം ഞങ്ങൾ ട്രിപ്പ് സീരീസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എവിടെ എത്തുന്നു. അപ്പോൾ അതൊക്കെയുള്ളൂ പറയാൻ. അപ്പോൾ അതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇറ്റ്സ് മീ എക്സ്ട്രോവേർട്ട് വിത്ത് നോ വൺ. ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ, സൈനിങ് ഓഫ്.